ഹായ് ഓൾ, എല്ലാവർക്കും വിനാഷ് ബ്ലോസമിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വിവാഹം കഴിഞ്ഞവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. വിവാഹം കഴിക്കാൻ പോകുന്നവർക്കും കേൾക്കാം, കുഴപ്പമൊന്നുമില്ല. ഈ വിവാഹ ബന്ധത്തിന് ഒരു പ്രത്യേകതയുണ്ട്. നമുക്ക് മറ്റുള്ള ബന്ധങ്ങളെ വെച്ച് നോക്കുമ്പോൾ പൂർണ്ണമായിട്ടും സ്വന്തം എന്ന് പറയാവുന്ന ഒരു ബന്ധമാണ് ഭാര്യ ഭർത്തൃ ബന്ധം എന്ന് പറയുന്നത്. ഇപ്പം ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ പൂർണ്ണമായിട്ടും സ്വന്തം എന്ന് പറയാൻ പറ്റുന്ന ഒരു റിലേഷൻഷിപ്പാണ്. കാരണം അമ്മ എന്ന് പറയുന്നത് ഷെയർ ചെയ്യപ്പെടുന്ന ഒരു റിലേഷനാണ് സഹോദരങ്ങൾക്കിടയിൽ. അച്ഛനും അതുപോലെ തന്നെ, ചേട്ടൻ, ചേച്ചി, അനിയൻ, അനിയത്തി, ഇതൊക്കെ എന്ന് പറയുമ്പോൾ എല്ലാം ഷെയർ ചെയ്യപ്പെടുന്ന ഒരു റിലേഷനാണ്. പക്ഷേ വൈഫ് എന്ന് പറയുന്ന ഒരു റിലേഷൻ അത് ഭർത്താവിന് മാത്രം സ്വന്തമായിട്ടുള്ള ഒരു റിലേഷനാണ്, സ്വന്തമായിട്ടുള്ള ഒരു ബന്ധമാണ്. അതുപോലെ തന്നെ ഭർത്താവ് എന്ന് പറയുന്നത് ഭാര്യയ്ക്ക് മാത്രം സ്വന്തമായിട്ടുള്ളൊരു റിലേഷനാണ്. ഇതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള കുടുംബജീവിതം, വിവാഹ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ തീരുമാനങ്ങളും പ്രധാനമായിട്ടും എടുക്കേണ്ടത് നമ്മൾ രണ്ടുപേരുമാണ്, ഭാര്യയും ഭർത്താവുമാണ്. പക്ഷെ പലയിടങ്ങളിലും പല പ്രശ്നങ്ങളും ഉണ്ടാവാനുള്ള സാധ്യതകൾ അല്ലെങ്കിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതിനുള്ള കാരണം എന്ന് പറയുന്നത് ആ മൂന്നാമതൊരാളാണ്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആ മൂന്നാമതൊരാളെ ഒഴിവാക്കുക എന്നുള്ളതാണ്. ആദ്യമായിട്ടും ആരാണ് ആ മൂന്നാമതൊരാൾ? അത് ആരുമാകാം. ചിലപ്പോൾ ബന്ധുക്കളാവാം, മാതാപിതാക്കളാവാം. എന്ന് വെച്ചാൽ ഇവരെയൊക്കെ പൂർണ്ണമായിട്ട് ഒഴിവാക്കണം എന്നുള്ളതല്ല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആദ്യം തന്നെ നമ്മളൊരു റിലേഷനിലേക്ക് കടന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വിവാഹ ബന്ധത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ വൈഫ് ആൻഡ് ഹസ്ബൻഡ് എടുക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു തീരുമാനമുണ്ട്. നമ്മുടെ ലൈഫുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങൾ നമ്മൾ രണ്ടുപേരും ചർച്ച ചെയ്തായിരിക്കും എടുക്കുന്നത്. മറ്റു മൂന്നാമതൊരാളെ അതിൽ ഉൾപ്പെടുത്താതിരിക്കുക. കാരണം എന്തുകൊണ്ടാണ് ഈ മൂന്നാമതൊരാളെ ഉൾപ്പെടുത്താതിരിക്കണം എന്ന് പറയുന്നതിന് കാരണം, ഒന്നാമത്തെ കാര്യം, അവർക്ക് നമ്മളെ പോലെ ചിന്തിക്കാൻ സാധിക്കത്തില്ല. ഇപ്പോൾ ഒരു ഹസ്ബൻഡ് ചിന്തിക്കുന്നത് അയാളുടെ റോളിൽ നിന്നും വൈഫ് ചിന്തിക്കുന്നത് അയാളുടെ റോളിൽ നിന്നുമാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും ചേരുന്നതാണ് ആ ഒരു ബന്ധം എന്ന് പറയുന്നത്, ഭാര്യ ഭർത്തൃ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അവർ രണ്ടും എടുക്കുന്ന ഒരു തീരുമാനം മറ്റ് ഒരാൾക്ക് എടുക്കാൻ സാധിക്കത്തില്ല. കാരണം ഇപ്പോൾ അച്ഛൻ ഒരു അഭിപ്രായം പറയുകയാണെന്ന് വെച്ചു, അമ്മ ഒരു അഭിപ്രായം പറയുകയാണെന്ന് വെച്ചു, അവർ എപ്പോഴും അവരുടെ മക്കൾക്ക് ഫേവറായിട്ടുള്ളൊരു തീരുമാനമായിരിക്കും എടുക്കുന്നത്. കാരണം അവർക്ക് അങ്ങനെ ചിന്തിക്കാൻ സാധിക്കും. നമ്മൾ നിൽക്കുന്ന റോൾ ഏതാണോ അതിൽ നിന്ന് മാത്രമേ നമുക്ക് ചിന്തിക്കാൻ സാധിക്കത്തുള്ളൂ. നല്ലൊരു ശതമാനം, 99% ആളുകളും അങ്ങനെയാണ് ചെയ്യുന്നത്. നമ്മുടെ റോളിൽ നിന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതുപോലെ അച്ഛൻ, അമ്മ, അല്ലെങ്കിൽ സുഹൃത്തുക്കൾ, അല്ലെങ്കിൽ ബന്ധുക്കൾ, ഇവരെല്ലാം ഏത് റോളിൽ നിൽക്കുന്നോ ആ ഒരു രീതിയിൽ മാത്രമേ അവർക്ക് ചിന്തിക്കാൻ സാധിക്കത്തുള്ളൂ. അല്ലെങ്കിൽ അവർ എടുക്കുന്ന ഒരു തീരുമാനം അല്ലെങ്കിൽ അവർ തരുന്ന ഒരു സജഷൻ അവർക്ക് ഉള്ള കുറേ ധാരണകൾ വെച്ചിട്ടാണ്. അവരുടെ ലൈഫിനെ അല്ലെങ്കിൽ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ എങ്ങനെ അവർ ഒബ്സർവ് ചെയ്യുന്നു അത് വെച്ചിട്ടാണ് അവർ ഒരു സൊല്യൂഷനിലേക്ക് വരുന്നത്. അതായിരിക്കും അവർ നമുക്ക് ഷെയർ ചെയ്ത് പറയുന്നത്. പക്ഷേ നമുക്ക് മാത്രമേ, ആ ഭാര്യയ്ക്കും ഭർത്താവിനും മാത്രമേ അറിയത്തുള്ളൂ അവരുടെ ലൈഫ് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്, അവർക്കിടയിലുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അവർക്കിടയിലുള്ള ബോണ്ടിങ് എത്രയുണ്ടെന്ന് അവർക്ക് രണ്ടുപേർക്കല്ലാതെ ലോകത്ത് വേറൊരു മനുഷ്യനും അറിയാൻ സാധിക്കത്തില്ല. അപ്പോൾ മറ്റൊരാളുടെ അഭിപ്രായം എന്തിനാണ് കേൾക്കുന്നത്? കേൾക്കേണ്ട സാഹചര്യങ്ങളുണ്ട്, അതിലോട്ട് നമ്മൾ വരുന്നുണ്ട്. ഇവര് നമ്മളെ ഉപദേശിക്കുന്ന ആൾക്കാർ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള അല്ലെങ്കിൽ അവർ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന കുറേ പ്രിൻസിപ്പിൾസ് ഉണ്ട്. അത് വെച്ചിട്ടാണ് അവർ കുറച്ച് സൊല്യൂഷൻ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പം നമ്മൾ അത് കേട്ട്, ഒരാൾ അവരുടെ വീട്ടിലുള്ള ആളുകൾ പറയുന്നത് കേട്ട് സംസാരിക്കും, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരും അവരുടെ വീട്ടിലുള്ളവർ പറയുന്നത് കേട്ട് സംസാരിക്കും. പരസ്പരം ഇഷ്യൂസ് ഉണ്ടാകും. കാരണം ഓൾറെഡി നമ്മൾ പറഞ്ഞതുപോലെ അവരൊക്കെ അവരുടെ പൊസിഷനിൽ നിന്നാണ് സംസാരിക്കുന്നത്. പക്ഷേ വിവാഹ ജീവിതം എന്ന് പറയുന്നത് ഈ രണ്ട് വ്യക്തികളുടേത് മാത്രമാണ്. അപ്പോൾ അവരുടെ ലൈഫിൽ വേണ്ട തീരുമാനങ്ങൾ എടുക്കാൻ ആദ്യത്തെ ദിവസം തൊട്ട് തന്നെ ആ ഒരു കൾച്ചർ നമ്മുടെ ഫാമിലി ലൈഫിൽ കണ്ടിന്യൂ ചെയ്ത് പോകണം. അല്ലെങ്കിൽ കുറേ പ്രശ്നങ്ങൾ കുറച്ചായിട്ട് വരും. ഇത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ആദ്യമേ തന്നെ ഇപ്പോൾ
പുരുഷനാണെങ്കിൽ അവരുടെ ഫാമിലിയോട്, സ്ത്രീ ആണെങ്കിൽ അവരുടെ ഫാമിലിയോട് പറയണം. ഞങ്ങൾക്ക് എൻ്റെ പാർട്ട്ണറെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നോട് പറയുക. എന്നോട് പറഞ്ഞതിന് ശേഷം ഞാനത് ക്ലിയർ ചെയ്തുകൊള്ളാം എന്ന് തീർച്ചയായിട്ടും നമുക്ക് ചുറ്റുമുള്ളവരോട് പറഞ്ഞ് മനസ്സിലാക്കുക. നിങ്ങൾ നേരിട്ട് സംസാരിച്ച് അതിൻ്റെ ആവശ്യമില്ലല്ലോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറയാം. എൻ്റെ ഭാര്യയെക്കുറിച്ച് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ എന്നോട് പറയാം. എൻ്റെ ഭർത്താവിനെക്കുറിച്ച് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ എന്നോട് പറയാം. ഞങ്ങൾ രണ്ടും അത് സംസാരിച്ചോളാം. അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത് ഏറ്റവും വളരെ നല്ലൊരു കാര്യമായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള എല്ലാവരെയും തള്ളിക്കളയണം എന്നല്ല. നമുക്ക് ഒരു എക്സ്പേർട്ട് അഡ്വൈസ് അല്ലെങ്കിൽ നമുക്കൊരു സംശയം ഉണ്ടെങ്കിൽ അവരോട് ചോദിക്കാം. ഒരു സംശയമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് അവരോട് ചോദിക്കാം എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്ക് നമ്മുടെ ലൈഫിൻ്റെ ഗതി നിശ്ചയിക്കുന്ന ഒരു തീരുമാനമെടുക്കാൻ മൂന്നാമതൊരാളെ സമ്മതിക്കാതിരിക്കുക എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം അങ്ങനെ സമ്മതിക്കുമ്പോഴാണ് പല കാര്യങ്ങളും വളരെ ഈസി ആയിട്ട് സോൾവ് ചെയ്യേണ്ട കാര്യങ്ങൾ പോലും കൈവിട്ടു പോകുന്നത്. കാരണം ഭാര്യ ഭർത്തൃ റിലേഷൻ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ പൂർണ്ണമായിട്ട് സ്വന്തം എന്ന് പറയാൻ പറ്റുന്ന ഒരു റിലേഷനാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇവരുടെ ബോണ്ടിങ് വളരെ വലുതായിരിക്കും. വളരെ തമാശ തോന്നുന്ന ഒരു കാര്യം ഞാൻ എവിടെയോ വായിച്ചതായിട്ട് ഓർക്കുന്നുണ്ട്. ഒരു ഭർത്താവ് വഴക്കുണ്ടാകുമ്പോൾ ഭാര്യയോട് പറയുന്നതാണ്, നീ പോയാൽ നിന്നെപ്പോലെ 10 എണ്ണം എനിക്ക് കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ ഭാര്യ അതിന് റിപ്ലൈ പറയുന്നത്, എന്നാലും നിങ്ങൾ എന്നെപ്പോലെയുള്ള ഒരെണ്ണത്തിനെയല്ലേ കൊണ്ടുവരുള്ളൂ, എന്നേക്കാൾ കുറച്ചുകൂടെ നല്ല ഒരെണ്ണത്തിന് നോക്കത്തില്ല മനുഷ്യ എന്ന് ചോദിക്കുന്നിടത്ത് അവരുടെ ആ പ്രശ്നം തീരുവാണ്. അതൊരു ഒരു ഫണ്ണിലേക്ക് അത് പോവുകയാണ്. അവിടെ കൊണ്ട് ആ പ്രശ്നം തീരുകയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് ഒരു തമാശയാണെങ്കിൽ പോലും അതിൽ ഒരു വലിയ അർത്ഥം അടങ്ങിയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് സെറ്റിൽ ചെയ്യാവുന്ന കാര്യങ്ങൾ മാത്രമാണ് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ളത്. കാരണം എത്ര വഴക്കുണ്ടാക്കിയെന്ന് പറഞ്ഞാലും 1-2 ദിവസത്തിനുള്ളിൽ മറ്റൊരാൾ അതിലേക്ക് കടക്കാതിരിക്കുകയാണെങ്കിൽ ഇത് സെറ്റിലായിപ്പോകും. അപ്പോൾ പ്രധാനമായിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആരാണ് ആ മൂന്നാമതൊരാൾ, അവരെ അകറ്റി നിർത്തണം. ഇത് പലപ്പോഴും ഒരു വ്യക്തി മാത്രമായിരിക്കണമെന്നില്ല കേട്ടോ. ഒരു കൂട്ടം വ്യക്തികളായിരിക്കാം, അല്ലെങ്കിൽ മദ്യമോ അതുപോലെയുള്ള എന്തെങ്കിലും ഉൽപ്പന്നങ്ങളോ ആയിരിക്കാം നിങ്ങളുടെ ജീവിതത്തിൽ ആ മൂന്നാമതൊരാൾ. നിങ്ങളുടെ ജീവിതത്തെ നശിപ്പിക്കുന്ന ആ മൂന്നാമതൊരാൾ ആരാണെന്ന് കണ്ടെത്തുകയും അതിനെ മാറ്റി നിർത്തുകയും ഒഴിവാക്കുകയും ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ ജീവിതം വളരെ മനോഹരമായിട്ട് മുന്നോട്ട് പോകും. നിലവിൽ ചെറുപ്പക്കാർ ഫേസ് ചെയ്യുന്നൊരു മെയിൻ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വിവാഹം കഴിക്കാനായിട്ട് പെൺകുട്ടികളെ ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. ഇത് മൊത്തത്തിൽ അവരുടെ കുഴപ്പമല്ല കേട്ടോ. കുറച്ച് പേർക്ക് വന്ന പാളിച്ചകൾ അതൊരു ജനറലൈസ് ചെയ്യപ്പെട്ടു. വിവാഹ ജീവിതം എന്ന് പറയുന്നത് അത്ര മനോഹരമായ ഒന്നും അല്ല, കുറേ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ഈ പണിക്ക് പോകാതിരിക്കുന്നതാണ് നല്ലത് എന്ന ഒരു തോന്നൽ. പ്രധാനമായിട്ടും ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നവരാണ് പുറത്തേക്ക് വരുന്നതും അതിനെക്കുറിച്ച് സംസാരിക്കുന്നതും. വളരെ മനോഹരമായിട്ട് ജീവിതം കൊണ്ടുപോകുന്നവർക്ക് അവരതിൻ്റെ തിരക്കിലാണ്, അവരുടെ ജീവിതത്തിൻ്റെ തിരക്കുകളിലും അവർ ജീവിതം ആഘോഷിക്കുന്നതിൻ്റെ തിരക്കുകളിലുമാണ്. അവർക്ക് പുറത്തു വന്ന് അതെ ഞങ്ങളുടെ ജീവിതം വളരെ മനോഹരമാണ്, ഞങ്ങളുടെ ജീവിതം കണ്ടെന്ന് അസൂയപ്പെടൂ, അല്ലെങ്കിൽ ഞങ്ങളെപ്പോലെ ജീവിക്കൂ എന്നൊന്നും പറയാൻ അവർക്ക് സമയമില്ല. കാരണം അവരുടെ ജീവിതത്തിൽ അവരുടെ തിരക്കിലും അവരവരുടെ സന്തോഷത്തിലുമാണ്. പക്ഷേ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നവരാണ് എപ്പോഴും പുറത്തേക്ക് വരികയും അതിനെക്കുറിച്ച് പറയുകയും ചെയ്യുന്നത്. നമ്മളെപ്പോഴും കേൾക്കുന്നത് പ്രശ്നങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് ഫാമിലി ലൈഫ് എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതിലെ പ്രധാനപ്പെട്ട ഒരു വില ഈ മൂന്നാമതൊരാളാണ്. തീർച്ചയായിട്ടും ആ മൂന്നാമതൊരാളെ ഒഴിവാക്കി നിങ്ങളുടെ ലൈഫ് വളരെ മനോഹരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. വീണ്ടും അടുത്ത ഒരു വീഡിയോ നമ്മൾ കാണും. അതുവരെ എല്ലാവർക്കും നന്ദി.